ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ പാറുവാണ്. ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ചക്ക അവിയലാണ്. ചക്ക അവിയൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും. പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന ചക്ക അവിയൽ എങ്ങനെയാണ് നോക്കി. വലിയ ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇനി ചക്ക അവിയൽ ഉണ്ടാക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇവിടെ ചക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചക്കയും അതിന് പിന്നെ ചക്കക്കുരു ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പുഴുക്കുണ്ടാക്കുന്നതിന് റൗണ്ടിലും ഈ അവിയലിന് നമ്മൾ നീളത്തിലും ഇത് കട്ട് ചെയ്യുന്നത്. പിന്നെ വഴുതനങ്ങയും പടവലങ്ങ അരിഞ്ഞിട്ടുണ്ട്. പടവലങ്ങ പിന്നെ നമ്മൾ ചക്കയുടെ മടലില്ലേ, മടലിൽ നിന്ന് ആ മുള്ള് കളഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നു. പിന്നെ മുരിങ്ങയ്ക്ക, പിന്നെ മാങ്ങ തന്നെ വേണം, എങ്കിലേ അതിനൊരു ടേസ്റ്റ് ഉള്ളൂ. ഇത് അധികം പുളിയുള്ള മാങ്ങയില്ല, ഇപ്പം മാങ്ങയുടെ സീസണൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് പുളിയുള്ള മാങ്ങയല്ല, എന്നാലും നമുക്ക് കുറച്ച് മാങ്ങ ഇടാം. ഇനി എങ്ങനെയാണ് ചക്കയവയൽ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഈ ഉരുളിയിലേക്ക് ഇട്ടിട്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. അതിന് വേണ്ടി ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഈ ചക്കയ്ക്കകത്തിൽ തന്നെ വെള്ളമുണ്ട്, കാരണം മഴയായിരുന്നത് കൊണ്ട് തന്നെ വെള്ളമെല്ലാം പിടിച്ച് ചക്കയാണ്. അപ്പോൾ അന്നേരം അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് ഉപ്പിടുക. ഉപ്പൊക്കെ ആവശ്യത്തിന് ഇടുക. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, അത്ര മതി. ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കും. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇതിൽ നമ്മൾ ഒരു സാധനം ഇടാൻ മറന്നുപോയി, ഒരു ഇൻഗ്രീഡിയൻസ് കേട്ടോ. നമുക്ക് ഒരു വേവായിട്ടുണ്ട്, എന്നാലും നമുക്ക് ഇടാം. ഒരു 4 പച്ചമുളക് കീറി വേണം. ഇപ്പം നാട്ടിൽ നമ്മുടെ വെള്ളക്കാന്തരിയില്ലേ, അതാണ് ഇട്ടത്. അതും കൂടെ ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതാണ് വേവായി വരുന്നുണ്ട്. ആദ്യം നമ്മൾ ചക്കക്കുരു വെന്തോന്ന് നോക്കിയാൽ നമുക്ക് അതിനറിയാൻ പറ്റും. ആ പാകത്തിന് ബാക്കിയെല്ലാം വെന്ത് കാണും. ശകലം കൂടെ വേവ് ഉണ്ട്. നമുക്കൊന്നുകൂടെ അടച്ചു വെക്കാം. അപ്പോൾ അപ്പോഴത്തേക്ക് ആ പച്ചമുളകും അതിലേക്ക് വെന്ത് ചേരും. ഇനി ഇവിടെ നമുക്ക് വേണ്ട അരപ്പാണ്. ഇതിന് വേണ്ട അരപ്പ് ഇവിടെ ഒരു അരമുറി തേങ്ങ നമ്മൾ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ജീരകം ചേർക്കുക. ജീരകം ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർക്കണം. കാരണം ഇതിനകത്ത് ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ ചക്കയവിയലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പച്ചക്കറി അവിയൽ വെക്കത്തില്ലേ, ആ അവിയൽ വെക്കുന്നത് പോലെ അല്ല അതിൻ്റെ അരപ്പ് തയ്യാറാക്കുന്നത്. നമ്മളെപ്പോഴും വെജിറ്റബിൾസ് ഇട്ട് അവിയൽ വെക്കുന്ന സമയത്ത് പച്ചക്കറി അവിയലിനകത്ത് അതിൻ്റെ അരപ്പ് എപ്പോഴും ചുമന്നുള്ളി അരക്കും. ചെറിയ ഉള്ളിയും ജീരകവും പച്ചമുളക് ചതച്ചതും തേങ്ങയും കൂടെ നമ്മൾ ഇടുന്നത്. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല. ഇതിനകത്ത് ചെറിയ ജീരകം ആണ് നമ്മൾ, ചുമന്നുള്ളി ഇടത്തില്ല. ചെറിയ ജീരകവും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടാണ് നമ്മൾ അരക്കണം. അതിന് ആദ്യം നമ്മൾ തേങ്ങയും ജീരകവും, കുറച്ച് തേങ്ങ എടുത്തിട്ട് ആ കുറച്ച് തേങ്ങയും ജീരകവും കൂടെ നല്ലതുപോലെ അരയ്ക്കണം. എന്നുവെച്ചാൽ ജീരകം നന്നായിട്ട് അരയണം അതിന് വേണ്ടിയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ബാക്കി തേങ്ങയിട്ട് നമ്മൾ അവിയലിൻ്റെ അരപ്പുണ്ടല്ലോ അത് ഒന്ന് ചതച്ച് എടുത്ത് നമുക്ക് ഇതിലേക്ക് വെന്ത് വരുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം വെന്ത് വരുമ്പോൾ അതിലേക്കിട്ട് പൊത്തി ഒന്ന് അവിയലിലേക്ക് ഇടും. നമുക്ക് അവിയൽ വെന്തോന്ന് നോക്കാം. ഇതിലേക്ക് വെള്ളരിക്കയും ഇട്ടിട്ടുണ്ടായിരുന്നേ. വെള്ളരിക്കയും വഴുതനങ്ങയും പിന്നെ പച്ചമുളക്, പിന്നെ നമ്മുടെ ഈ ചക്കയുടെ സാധനങ്ങൾ, ചക്കക്കുരു, ചക്കമടൽ, അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ മാങ്ങ, പിന്നെ നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് ഈ വെള്ളരിക്ക ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെള്ളരിക്ക ഞാൻ ചക്കയവിയലിലേക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന എക്സ്ട്രാ സാധനങ്ങൾ, ചക്ക കൂടാതെ നമ്മൾ ഇട്ടിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ഒന്നുകൂടെ പറയാം. വെള്ളരിക്ക,
പടവലങ്ങ, മുരിങ്ങയ്ക്ക, മാങ്ങ, വഴുതനങ്ങ, ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടേക്കുന്നത്. പിന്നെ ഇനിയും ഇതിലേക്ക് അരപ്പ് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പരുവത്തിലിരിക്കണം. ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അപ്പം നമ്മൾ ചക്കവേലിന് നമ്മൾ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് ഇളക്കി റെഡിയാക്കി. അങ്ങനെ നമ്മുടെ ചക്കവേൽ റെഡി. ഇതിലേക്ക് വേണ്ടത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചക്കവേൽ റെഡിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഇപ്പം ചക്ക എല്ലാം ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. അത് അമ്മ പറഞ്ഞിട്ട് ചക്കയുടെ സീസൺ തീരാറായിരുന്നു. ചക്ക ഉണ്ടാവുന്ന സമയത്ത് ഇതൊന്ന് വെച്ച് നോക്കണം. നല്ല സൂപ്പറാണ്, നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിരിക്കണം. അപ്പം ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് അന്നേരം തന്നെ കിട്ടും, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.